മക്കൾ, നാളെ നിങ്ങൾക്ക് 9th SS എക്സാം ആണല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ 100% ഷുവർ ആയിട്ട് നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടിട്ട് പറ്റും. അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് നോക്കാം, പഠിച്ചോ. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സെക്സ് എന്താണ്, അതുപോലെ ജെൻഡർ എന്താണെന്നാണ്, അഥവാ ലിംഗഭേദം ആൻഡ് ലിംഗപദവി. ഇതിൽ രണ്ടിലും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള 3 പോയിന്റ്സ് ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് അതിലേക്ക് പോവാം. ലിംഗഭേദം അഥവാ സെക്സ് refers to biological features അഥവാ ജീവശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളെ സൂചിപ്പിക്കുന്നു. ഈ ജെൻഡറിലേക്ക് പോവുകയാണെങ്കിൽ അഥവാ ലിംഗപദവിയിലേക്ക് പോവുകയാണെങ്കിൽ refers to social and cultural features, അതായത് സാമൂഹിക, സാംസ്കാരിക, മാനസികപരമായിട്ടുള്ള സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് ജെൻഡർ നിർവഹിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ്സ് പറയുകയാണെങ്കിൽ അസ്ക്രൈബഡ് സ്റ്റാറ്റസ്, അതായത് ആരോപിത പദവി സെക്സിന്റെ. അതുപോലെ ജെൻഡറിന്റെ മറ്റൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ അച്ചീവ്ഡ് സ്റ്റാറ്റസ്, ആർജിത പദവി. അതായത് ഒന്നെന്ന് പറയുന്നത് നമ്മൾ ജന്മനാ കിട്ടുന്നതാണ്, മറ്റൊന്ന് നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. ഓക്കെ, അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്തത് ലിംഗഭേദത്തിൽ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സെക്സിൽ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ബർത്ത് ആൻഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ്, അതായത് ജനനത്തെയും അതുപോലെ തന്നെ ഫിസിക്കൽ ഫീച്ചേഴ്സ് അഥവാ ശാരീരിക ഘടനയെയും ആശ്രയിച്ചാണ് സെക്സ് നമ്മൾ നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ ജെൻഡർ നോക്കുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് സോഷ്യൽ പ്രാക്ടീസസ്, അതായത് സാമൂഹികപരമായിട്ടുള്ള ഇടപെടലുകളും അതുപോലെ സാമൂഹിക വഴക്കങ്ങളെയും ആശ്രയിച്ചാണ് നമ്മുടെ ജെൻഡറിനെ നിർവഹിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു രണ്ടിലെ ഈ ഒരു 3 പോയിന്റ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചെടുക്കാം. വളരെ ക്വസ്റ്റ്യൻ എന്തായാലും കാണാൻ പറ്റും.